നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷം 4-ാം ഞായർ, വൈദിക പരിശീലന കളരിയായ സെമിനാരി ദിനം. ഇന്നത്തെ സ്തോത്രകാഴ്ച ദൈവവിളിയുടെ പരിപോഷണത്തിനായി സെമിനറി ഫണ്ടിലേക്ക് നൽകാനുള്ളതാണ്. ജൂൺ 29 വ്യാഴാഴ്ച ശ്ലീഹാ നോമ്പ് അഥവാ 13 നോമ്പ് വീടൽ ദിനമാണ്. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിനം. വികാരി തൻ്റെ ദൈവജന നിയോഗാർത്ഥം സമർപ്പിക്കുന്ന വിശുദ്ധ കുർബാന. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. ദൈവരാജ്യ പ്രഘോഷണത്തിനായി അയക്കപ്പെട്ട 72 പേർ സന്തോഷത്തോടെ തിരികെ എത്തി യേശുവിനെ കണ്ടുമുട്ടുന്നതാണ് സുവിശേഷ ഭാഗം. ജെറുസലേം ആരോഹണത്തിനായി കയറിപ്പോകുന്ന യേശു ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ അടിയന്തര ആവശ്യം നിറവേറ്റുന്നതിനായി അപ്പോസ്തലന്മാരെ കൂടാതെ 72 പേരെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു. 72 പേരുടെ തിരഞ്ഞെടുപ്പും അയക്കലും പ്രേക്ഷിത വേലയും തിരികെ എത്തിച്ചേരലും തിരുസഭയിൽ അധികം പഠിക്കപ്പെടാത്ത പ്രേക്ഷിത ദൗത്യമാണ്. ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ അടിയന്തര ആവശ്യം നിറവേറ്റുകയായിരുന്നു 72 പേരെ യേശു തെരഞ്ഞെടുത്ത് അയച്ചതിൻ്റെ ലക്ഷ്യം. ദൈവരാജ്യ പ്രഘോഷണം സ്വഭാവത്താലെ പ്രേക്ഷിതയായ തിരുസഭയുടെ എക്കാലത്തെയും അടിയന്തര സ്വഭാവമുള്ള ദൗത്യമാണ്. യേശു പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണ ദൗത്യവുമായി അയക്കപ്പെടുന്നവരാണ് ഈ 72 പ്രേക്ഷിതർ. യേശു പോകാനിരുന്ന സ്ഥലങ്ങളിലേക്ക് തൻ്റെ പ്രേക്ഷിതർ ദൈവരാജ്യ പ്രഘോഷകരായി കടന്നു വരണമെന്നത് ദൈവഹിതമാണ്. പ്രേക്ഷിതർ യേശുവിൻ്റെ കടന്നുവരവിന് വഴിയൊരുക്കുന്ന ദൈവരാജ്യ അംബാസഡേഴ്സാണ്. യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണ ദൗത്യമായ എത്തിച്ചേരാത്ത എല്ലായിടത്തും സുവിശേഷ ദിവ്യ വെളിച്ചം പ്രഘോഷിക്കുക എന്നത് സ്വഭാവത്താലെ പ്രേക്ഷിതയായ തിരുസഭയുടെ അലംഘനീയ പ്രേക്ഷിത ദൗത്യമാണ്. 72 പേരെ തെരഞ്ഞെടുത്ത യേശു ഈ 2 പേരായി ഇവരെ താൻ പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും തൻ്റെ ദൗത്യവുമായി അയച്ചു. പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും യേശുവിന് മുൻപേ അയക്കപ്പെടുന്നവരാണ് 72 പേർ. ഭാവിയിൽ യേശു പ്രഘോഷിക്കാനിരിക്കുന്ന സകല ഭൂപ്രദേശങ്ങളുടെയും സൂചനയാണ് ഈ പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളും ഗ്രാമങ്ങളും. മുമ്പേ പോയി യേശുവിനായി വേദിയൊരുക്കുകയാണ് 72 പേരുടെ ദൗത്യം.
യേശുവിനെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയക്കപ്പെടുന്നവർ. 12 അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ എന്നവണ്ണം 72 പേരെയും തെരഞ്ഞെടുത്തത് യേശുവാണ്. ഈ 72 പേരുടെ ദൗത്യം വ്യത്യസ്തമാണ്. യേശു പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും യേശുവിന് മുൻപേ പോവുക. സുറിയാനി വിവർത്തനങ്ങളിലെല്ലാം 72 പേരെയാണ് തെരഞ്ഞെടുത്ത് അയക്കുന്നത്. പഴയ നിയമത്തിൻ്റെയും യഹൂദ പാരമ്പര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ 70 പേരെ തെരഞ്ഞെടുത്ത് അയക്കുന്നതായും പറയുന്നുണ്ട്. ഭൂമിയിൽ ആകെയുള്ള ജനതകൾ 70 ആയും യാക്കോബിനോടൊപ്പം ഈജിപ്തിൽ എത്തിച്ചേർന്ന സന്താനങ്ങൾ 70 ആയും സാൻഹെദ്രീൻ സംഘത്തിലെ അംഗസംഖ്യ 71 എന്നിങ്ങനെയുള്ള പഴയ നിയമ യഹൂദ പശ്ചാത്തലമാകാം 70 എന്ന് നിജപ്പെടുത്താൻ കാരണം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 16-ാം തിരുവചനം മോശ 70 ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. 7, 70 എന്നിവ 7ൻ്റെ ഗുണിതങ്ങളായി നിജപ്പെടുത്തിയതാകാം. 70 മൂപ്പന്മാരെ ഇസ്രായേലിൽ നേതാക്കന്മാരായി നിയോഗിച്ച മോശയുടെ ശൈലിയുമായി ബന്ധിപ്പിച്ചതാകാം. 70 എന്ന് നിജപ്പെടുത്താനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വിവരിക്കുന്ന പുരാതന ലോകത്തിലെ 70 രാജ്യങ്ങൾ എന്ന സങ്കല്പമാകാം ചില അലക്സാണ്ട്രിയൻ കേസറിയൻ കയ്യെഴുത്ത് പ്രതികളിൽ ശിഷ്യർക്ക് പുറമെ യേശു തെരഞ്ഞെടുത്തവരുടെ എണ്ണം 70 എന്ന് നിജപ്പെടുത്താനുള്ള കാരണം. സപ്തതി ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം ജനതകൾ അഥവാ രാജ്യങ്ങളുടെ എണ്ണം 72 എന്ന് കാണിക്കുന്നു. ലോകത്തിലാകെ 72 ഭാഷകൾ. ഇസ്രായേലിലെ മൂപ്പന്മാർ എൽദോദിനെയും മേദാദിനെയും ചേർത്താൽ 72. സുപ്രധാന അലക്സാണ്ട്രിയൻ പാശ്ചാത്യ കയ്യെഴുത്തു പ്രതികൾ അപ്പോസ്തലന്മാർക്ക് പുറമെ യേശു തെരഞ്ഞെടുത്ത് അയച്ച പ്രേക്ഷിതരുടെ എണ്ണം 72 എന്ന് നിജപ്പെടുത്തുന്നു. ക്യൂ വിവരണത്തെ ആധാരമാക്കി ലൂക്ക 10-ാം അധ്യായത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഈ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ അയക്കപ്പെടുന്നത് 72 പേരാണ്. ലൂക്കാ സുവിശേഷകൻ്റെ കാലഘട്ടത്തിലെ ക്രൈസ്തവ പ്രേക്ഷിതത്വത്തെയാണ് 72 പേർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14-ലും 15-ാം അധ്യായം 39-ലും 40-ലും പറയുന്ന പ്രകാരം ആദിമസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയിൽ 2 പേരെ വീതമാണ് അയക്കുന്നത്. ലൂക്കാ 10-ാം അധ്യായം 1-ാം തിരുവചനം 72 പേരെ തെരഞ്ഞെടുത്ത യേശു താൻ പോകാനിരുന്ന സ്ഥലങ്ങളിലേക്ക് 2 പേരെ വീതം തനിക്ക് മുൻപേ അയച്ചു. സീനായി മലയിൽ നിയമങ്ങളുടെ 2 ഫലകങ്ങളാണ് മോശയ്ക്ക് നൽകപ്പെട്ടത്. എബ്രായ ജനതയുടെ നീതിന്യായ പാരമ്പര്യങ്ങളിൽ 2ന് വലിയൊരു സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. 2 സാക്ഷികളുടെ സാക്ഷ്യം കോടതി വിധികൾക്ക് അനിവാര്യമാണ്. 2 സാക്ഷികൾ നിയമവും പ്രവാചകന്മാരുമാണ്. 2 മോശയെയും ഏലിയായെയും സൂചിപ്പിക്കുന്നതുമാകാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7-ലും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ലും പറയുന്നത് യേശു 2 പേരെ വീതം പ്രേക്ഷിത ഭൂമിയിലേക്ക് അയച്ചു എന്നാണ്. 2 പേരെ വീതം അയക്കുന്ന യേശുവിൻ്റെ പാസ്റ്ററൽ പ്രായോഗികത കൂടുതൽ പഠിക്കപ്പെടേണ്ടതാണ്. യേശു അയച്ച
72 പേർ അപ്പോസ്തല സംഘത്തോട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ശിഷ്യ സമൂഹമാണ്. പ്രേക്ഷിത മിഷണറിമാർക്ക് യേശു നൽകുന്ന നിർദ്ദേശങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്. വിളവ് ധാരാളമുള്ളതിനാൽ വേലക്കാരോ ഏറെ ആവശ്യമുണ്ട്. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. ദൈവരാജ്യ സന്ദേശം സ്വീകരിക്കുവാൻ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരെ സൂചിപ്പിക്കുന്ന ആലങ്കാരിക പ്രയോഗമാണ് കൊയ്ത്ത്. യുഗാന്ത്യത്തിലെ ദൈവജന ശേഖരണം. കൊയ്ത്ത് അഥവാ വിളവ് എന്നത് ദൈവരാജ്യത്തിലേക്ക് ശേഖരിക്കപ്പെടാനായി ഒരുങ്ങി നിൽക്കുന്ന ദൈവജനത്തെ സൂചിപ്പിക്കുന്നു. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. വിളഭൂമി മിഷണറിമാർ അയക്കപ്പെടുന്ന പ്രേക്ഷിത ഭൂമിയാണ്. വേലക്കാർ ശിഷ്യരാണ്, മിഷണറിമാരാണ്, അയക്കപ്പെട്ട പ്രേക്ഷിതരാണ്. വിളവിൻ്റെ നാഥൻ, ഉടയവൻ ദൈവമാണ്. വേലക്കാരെ അയക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും ദൈവമാണ്. ദൈവത്താൽ തെരഞ്ഞെടുത്ത് ദൈവനിയോഗം പകർന്ന് അയക്കപ്പെടുന്നവരാണ് പ്രേക്ഷിതർ. ദൈവവിളിക്കായുള്ള പ്രാർത്ഥന പ്രേക്ഷിത ഭൂമിയുടെ രോദനമാണ്. ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ അനിവാര്യതയാണ്. ഇനിയും സുവിശേഷം അറിയിക്കാനുള്ളിടത്തോളം അത് തുടരുക തന്നെ വേണം. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ എന്ന പ്രസ്താവന പ്രേക്ഷിതർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെയും വെല്ലുവിളികളെയും ചിത്രീകരിക്കുന്നു. കുഞ്ഞാടിൻ്റെ ശാന്തതയും നൈർമല്യവും ഒച്ചപ്പാടില്ലാതെ ഓടി നടക്കുന്ന പ്രകൃതവും പ്രേക്ഷിത ഭൂമി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കും. കൊയ്ത്തുകാർ പ്രകടിപ്പിക്കുന്ന ഉത്സാഹവും ഏകാഗ്രതയും പ്രേക്ഷിതർ വിളഭൂമിയിൽ കൈവിടരുത്. പ്രേക്ഷിതർ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്നവരായിരിക്കണം. ദൈവമാണ് അവരുടെ സമ്പാദ്യം. പ്രേക്ഷിത ദൗത്യം അതീവ പ്രാധാന്യവും അടിയന്തര സ്വഭാവവുമുള്ളതാണ്. അടിയന്തര ദൗത്യവുമായി തൻ്റെ ദാസനെ അയക്കുന്ന ഏലീഷ സമാന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 29-ാം തിരുവചനം. മടിശീലയും സഞ്ചിയും ചെരുപ്പും വഴിയിൽ വെച്ചുള്ള അഭിവാദ്യവും അടിയന്തര സ്വഭാവമുള്ള പ്രേക്ഷിത യാത്രയ്ക്ക് തടസ്സങ്ങളായേക്കാം. ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് അവ ഉപേക്ഷിക്കണം. പ്രേക്ഷിതർ വീടുകൾ സന്ദർശിച്ച് സമാധാനം ആശംസിക്കണം. സമാധാനപുത്രരെ കണ്ടുമുട്ടണം. യേശു യഥാർത്ഥ സമാധാനം യേശു ക്രിസ്തുവാണ്. യേശു നൽകുന്ന രക്ഷയുടെ സമാധാന ആശംസ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. പ്രേക്ഷിതർ വീടുകളിൽ പ്രവേശിക്കുന്നതും താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ദൈവത്തിൻ്റെ വേലക്കാർ, ദൈവരാജ്യ ശുശ്രൂഷകർ ലാളിത്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പരിത്യക്തതയുടെയും ജീവിത നൈർമല്യത്തിൻ്റെയും നടുവിൽ എക്കാലവും എപ്രകാരം സ്വീകരിക്കപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തം സുഖസൗകര്യങ്ങൾ തേടിയും സൗഹൃദത്തിനായും പേരിനും പെരുമയ്ക്കും സമ്പാദ്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കായും വീടുകൾ തോറും കയറിയിറങ്ങുന്നത് പ്രേക്ഷിത ജീവിതത്തിൻ്റെ നൈർമല്യത്തെ കെടുത്തും. വീട് തോറും ചുറ്റി നടക്കരുത്. ഭവനങ്ങളിലെയും നഗരങ്ങളിലെയും സ്വീകരണം പ്രേക്ഷിതർക്ക് ദൈവരാജ്യ പ്രഘോഷണ വേദിയാണ്. ദൈവരാജ്യ സന്ദേശം നിരസിക്കുന്ന നഗരങ്ങൾ വിട്ടുപോകുമ്പോൾ പാദങ്ങളിലെ പൊടി പോലും തട്ടിക്കളയുന്നത്
ഈ നഗരങ്ങൾ ദൈവത്തിൽ നിന്ന് എപ്രകാരം അകന്നിരിക്കുന്നു എന്നതിനെയും അവർക്കുണ്ടാകാനിരിക്കുന്ന നാശത്തിൻ്റെ വിധി ദൈവം തീയും ഗന്ധകവും ഇറക്കി നശിപ്പിച്ച സൊദോമിൻ്റേതിനേക്കാൾ ദുസ്സഹമായിരിക്കും എന്ന് യേശു പ്രസ്താവിക്കുന്നു. ദൈവരാജ്യ പ്രേക്ഷിതരുടെ ശുശ്രൂഷ സ്വീകരിക്കാത്തവർക്ക് ഗുരുതരമായ ശിക്ഷയും സ്വീകരിക്കുന്നവർക്ക് ദൈവിക പ്രതിഫലവും ലഭിക്കുമെന്ന് യേശു 72 പ്രേക്ഷിതർക്ക് ഉറപ്പ് നൽകുന്നു. യഹൂദദേശത്തെ കൊറാസീൻ, ബേത്സയിദ, കഫർനാം എന്നീ യഹൂദ പട്ടണങ്ങൾ ദൈവരാജ്യ സുവിശേഷം നിരസിച്ചു, മാനസാന്തരപ്പെട്ടില്ല. പ്രവാചക ശൈലിയിൽ അവ ശിക്ഷിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന യേശു അവയെ മാനസാന്തരത്തിന് ക്ഷണിക്കുന്നു. മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ യേശു സാമ്യപ്പെടുത്തുന്നത് ടൈർ, സീദോൻ എന്നീ വിജാതീയ പട്ടണങ്ങളോടാണ്. പ്രേക്ഷിതർ ദൈവരാജ്യം പ്രഘോഷിച്ചിട്ടും മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങൾ പാതാളത്തോളം താഴ്ത്തപ്പെടും എന്ന പ്രവചന ശൈലി മാനസാന്തരത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. വിജാതീയ പട്ടണങ്ങൾക്ക് കഠിന ശിക്ഷ നൽകപ്പെടുകയില്ല, കാരണം അവർ ദൈവരാജ്യ പ്രേക്ഷിതരെ സ്വീകരിക്കുന്നു. യേശു അയച്ചവരെ സ്വീകരിക്കുന്നവർ യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. യേശു അയച്ചവരെ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തെ തന്നെ പ്രതിഫലമായി ലഭിക്കും. സ്വർഗം ഭൂമിക്ക് നൽകിയ സമ്മാനവും ഏറ്റവും വലിയ സമ്പാദ്യവും ദൈവമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ യേശു 72 പേരെ അയക്കുമ്പോൾ നൽകിയ നിർദ്ദേശങ്ങളാണ്. പ്രേക്ഷിതരുടെ ജീവിതശൈലിയും അവർ എപ്രകാരം സ്വീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യണമെന്നതും ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വെറും 4 തിരുവചനങ്ങൾ മാത്രം. 72 പേർ മടങ്ങി യേശുവിൻ്റെ അടുത്ത്, അയച്ചവൻ്റെ അടുത്ത് ദൗത്യ പൂർത്തീകരണ ശേഷം എത്തിച്ചേരുന്നതിനെ വിവരിക്കുന്നു. സദ്വാർത്തയുടെ സുവിശേഷം പ്രസംഗിച്ച, ജീവിച്ച പ്രേക്ഷിതർ 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. സുവിശേഷം എല്ലാ സാഹചര്യങ്ങളിലും പ്രേക്ഷിതരിൽ ആനന്ദം വർദ്ധിപ്പിക്കുന്നു. കാരണം സുവിശേഷം സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. പ്രേക്ഷിതർ ജീവിക്കേണ്ട ജീവിതശൈലി സ്വായത്തമാക്കിയാൽ പ്രേക്ഷിത വേല നമ്മളിലെ സുവിശേഷത്തിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കും. കൊയ്ത്തിൻ്റെ ഉത്സാഹവും സന്തോഷവും ദൈവരാജ്യ വേലക്കാരിൽ വർദ്ധിതമാകും. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. യേശു അത് സ്ഥിരീകരിച്ചു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിവദിക്കുന്നത് ഞാൻ കണ്ടു. യേശു 72 പേരോടുമൊപ്പം പ്രേക്ഷിത യാത്രയിൽ അവരെ അനുധാവനം ചെയ്ത് അവരുടെ ജീവിതത്തെയും പ്രേക്ഷിത വേലയെയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത് അയച്ചവൻ കൂടെ നടന്ന് ബലപ്പെടുത്തുന്ന ജീവിതമാണ് പ്രേക്ഷിത ജീവിതം അഥവാ മിഷനറി ജീവിതം. കൂടെ നടക്കുന്നവനെ തിരിച്ചറിയുവാൻ വൈകരുത്. പാമ്പുകൾ അഥവാ സർപ്പങ്ങളും തേളുകളും ശത്രുവിൻ്റെ സകല ശക്തികളും തിന്മയുടെ വിഭിന്ന രൂപങ്ങളാണ്. പ്രേക്ഷിതർ ബുദ്ധിപൂർവവും വിവേകത്തോടെയും പ്രേക്ഷിത ദൗത്യം നിർവഹിക്കണം. യേശു കൂടെയുള്ള ജീവിതത്തിൽ പ്രേക്ഷിതർ തിന്മയെ ചവിട്ടി കീഴ്പ്പെടുത്തും. തിന്മയുടെ പൈശാചിക ശക്തി നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും
പ്രാർത്ഥനയുടെയും പുണ്യ ജീവിതത്തെ സ്പർശിക്കുകയില്ല. പ്രേക്ഷിതർ പിശാചിൻ്റെ കൗശലപൂർവമായ സമീപനങ്ങളെ സൂക്ഷിക്കണം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിജയത്തിൽ മതിമറന്ന് യേശുവിൽ ഉണ്ടാകേണ്ട നിതാന്ത ജാഗ്രത കൈവിടരുത്. പ്രേക്ഷിത ജീവിതത്തിലെ ലൗകിക വിജയങ്ങൾ തിന്മയുടെ പ്രലോഭനങ്ങൾ ജനിപ്പിക്കുന്ന പിശാചിൻ്റെ കൗശലങ്ങളാണ്. പ്രേക്ഷിതർ എല്ലായ്പ്പോഴും സന്തോഷിക്കേണ്ടത് തങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിലായിരിക്കണം. പ്രേക്ഷിതരുടെ പേരുകൾ പുണ്യജീവിതം കൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. പ്രേക്ഷിതർ ദൈവരാജ്യത്തിലായിരിക്കുക എന്നതാണ് പരമപ്രധാനം. ഭൂമിയിൽ പേരെഴുതുന്നവരും പെരുമയുണ്ടാക്കുന്നവരും അംഗീകരിക്കപ്പെടുന്നു എന്നത് ദൈവരാജ്യത്തിൻ്റെ ലക്ഷണമല്ല, പ്രേക്ഷിത പുണ്യജീവിതത്തിൻ്റെ മുഖമല്ല. അതുകൊണ്ട് തന്നെ ദൈവരാജ്യ പ്രഘോഷണം പലപ്പോഴും പരാജയപ്പെടുന്നു. പൈശാചിക പ്രലോഭനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. 72 പ്രേക്ഷിതരിൽ ലൗകിക മോഹങ്ങളിൽ അകപ്പെട്ടവരും പൈശാചിക പ്രലോഭനങ്ങൾ കീഴ്പ്പെടുത്തിയവരും ശിഷ്യത്വത്തിൻ്റെ പുണ്യജീവിതത്തിൽ വിജയം കൈവരിച്ചവരും ഉണ്ടെന്നാണ് പാരമ്പര്യ പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രേക്ഷിതരുടെ പേരുകൾ പുണ്യജീവിതം കൊണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം. പ്രേക്ഷിതരുടെ യഥാർത്ഥ സന്തോഷം തങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിലാണ്. സ്വർഗത്തിൽ എഴുതപ്പെടുന്ന പേരുകൾ ഒരിക്കലും മായാത്ത ഓർമ്മ സൃഷ്ടിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ.